സ്വാഗതം. കാണാത്തതും കേൾക്കാത്തതും. ഇറാനിൽ ഇനി എന്ത് സംഭവിക്കും? ആര് ഭരിക്കും? ഇപ്പോഴും ഇസ്ലാമിക വിപ്ലവ ഭരണകൂട സംവിധാനം നിലവിലുണ്ട്. എങ്കിലും ലോകം ഇത് ചോദിക്കുന്നു. കാരണം അസ്ഥിരതയുടെ ആശങ്ക. ഇസ്രയേലും അമേരിക്കയും ഇറാനെ പ്രഹരിക്കുന്നത് അവസാനിപ്പിച്ചിട്ടില്ല. അവർ ഇറാനിലെ ഭരണകൂടത്തെ നിഷ്കാസനം ചെയ്യുമോ എന്നതാണ് സാർവത്രിക സംശയം. അങ്ങനെ ചെയ്താലും ഇറാനിൽ ആര് സുസ്ഥിര ഭരണം സ്ഥാപിക്കുമെന്ന ചോദ്യത്തിന് ഉത്തരമാകുന്നില്ല. മറിച്ചിടുന്നത് പോലെ എളുപ്പവും നിസ്സാരവുമല്ല പടുക്കുക എന്ന് തീർച്ചയായും അമേരിക്കയ്ക്ക് അറിയാം. അതുപോലെ തന്നെയാണ് മനുഷ്യാവകാശങ്ങൾക്ക് വധശിക്ഷ വിധിക്കുന്ന രക്താങ്കിത കരങ്ങളുടെ ഭരണം അവസാനിക്കണം എന്നതിൻ്റെയും അനിവാര്യത. ഖമനേനിയുടെ വിയോഗത്തിൽ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനും ജുഡീഷ്യറി തലവൻ ഗുലാം ഹുസൈൻ വഹസൈനി ഇജിയയും ഉൾപ്പെട്ട ഇടക്കാല നേതൃത്വ കൗൺസിലാണ് ഭരണം നയിക്കുന്നത്. വിദഗ്ധരുടെ അസംബ്ലി എന്ന് വിളിക്കപ്പെടുന്ന 88 അംഗ ഇസ്ലാമിക മതാചാര്യ സഭ പരമോന്നത നേതാവിനെ തെരഞ്ഞെടുക്കുന്നത് വരെ അത് തുടരും. ഇറാന്റെ സാധാരണ സേനയായി IRGCയുടെ ഘടകമായ ബസീജ് അതിർത്തി രക്ഷയും ആകാശരക്ഷയും കൈകാര്യം ചെയ്യുന്നു. ഇസ്ലാമിക് റെവല്യൂഷണറി ഗാർഡ് കോർ അഥവാ IRGC എന്ന പ്രത്യേക മതസേന തന്നെയാണ് രാഷ്ട്രീയ അന്തരീക്ഷം നിയന്ത്രിക്കുന്നത്. പുതിയ പരമോന്നത നേതാവിനെ നിശ്ചയിച്ച് അവരോധിക്കുന്നതിൻ്റെ നടത്തിപ്പും അവരുടെ സ്വാധീനത്തിൽ. കൊല്ലപ്പെട്ട അലി ഖമേനിയുടെ മകൻ മെജോബ്ദ ഖമേനിയെ പുതിയ പരമോന്നതനായി നിശ്ചയിച്ചു കഴിഞ്ഞു എന്നും റിപ്പോർട്ടുകൾ ഉണ്ട്. ഇതൊക്കെ ആയാലും തൽക്കാലം ഇറാനിലെ രാഷ്ട്രീയ സ്ഥിതി ദ്രവാവസ്ഥയിലാണ്. എന്ത് നിലനിൽക്കുമെന്നോ എന്ത് മാറി വരുമെന്നോ നിശ്ചയമായിട്ടില്ല. ഖമേനിയുടെ പിൻഗാമി ആരായാലും അയാൾക്കെതിരെ ഇസ്രയേലിന് കൃത്യമായ ഉന്നമുണ്ട്. ഇത് ഇസ്രയേലിന്റെ പ്രഖ്യാപനമാണ്. അതിനർത്ഥം ഇസ്രയേൽ വിരുദ്ധ പരമോന്നത ഭരണാധികാരികളെ വാഴാൻ അനുവദിക്കില്ല എന്നാണ്. എന്ന് വെച്ചാൽ ഇസ്രയേലിനോട് ദ്രോഹബുദ്ധിയുള്ള ഇസ്ലാമിക വിപ്ലവ ഭരണകൂടം നിലനിൽക്കാൻ അനുവദിക്കില്ല എന്നു തന്നെ. ഇക്കാര്യത്തിൽ നെതന്യാഹുവിന് അയവുമില്ല, മറ്റൊരു നിലപാടുമില്ല. പക്ഷേ ടെഹ്റാനിലെ നേതാക്കളെ റൗണ്ട് വെച്ച് നീക്കം ചെയ്യുക എന്നത് എക്കാലവും സാധ്യവും ഭരണകൂടത്തെ മാറ്റാൻ പര്യാപ്തവുമാണോ? ഇറാനിൽ പ്രതിഷേധിക്കുന്ന നിസ്സഹായരായ ജനങ്ങൾ നിരായുധരാണ്. പല്ലും നഖവുമില്ലാത്ത പ്രതിഷേധത്തിന് റവല്യൂഷണറി ഗാർഡ് കോറിനെ നേരിടുവാനുള്ള ശേഷി ലഭിച്ചിട്ടുമില്ല. ഈ സാഹചര്യത്തിൽ കുർദിഷ് വിമതരെ ഭരണ നേതൃത്വത്തിനെതിരെ ഇളക്കി വിടാൻ അമേരിക്ക CIA മുഖേന കരുക്കൾ നീക്കുന്നു എന്നാണ് റിപ്പോർട്ട്. ഇറാഖിന്റെ വടക്കൻ അതിർത്തി പ്രദേശത്ത് അർദ്ധ സ്വയംഭരണം കൈയാളുന്നവരാണ് കുർദിഷ് സായുധ വിഭാഗം. ഇറാഖിൽ സദാം ഹുസൈന്റെ ക്രൂരമായ അടിച്ചമർത്തലിന് ഇരകളായ കുർദുകൾ സദാമിനെതിരെ മനുഷ്യ മിസൈലും മനുഷ്യ ബോംബും ഒക്കെയായി പ്രവർത്തിച്ചിരുന്നു. ഇറാനിൽ 1 കോടിയോളം കുർദ് വംശജരുണ്ട്. അവരെ വിപ്ലവ ഭരണകൂടത്തിനെതിരെ സജ്ജമാക്കിയാൽ ബസീജിനും IRGCക്കും അവർക്കെതിരെ ശ്രദ്ധയും പ്രവർത്തനവും കേന്ദ്രീകരിക്കേണ്ടി വരും. ഈ അവസരം ഇറാനിലെ ജനങ്ങൾക്കും ഭരണവിരുദ്ധരായ എല്ലാ സംഘങ്ങൾക്കും ഭരണകൂടത്തെ ഇളക്കാൻ അനുകൂലമാകുമെന്നതാണ് അമേരിക്കയുടെ കണക്കുകൂട്ടൽ. ചുരുക്കി പറഞ്ഞാൽ ഭരണകൂടത്തെ താഴെ ഇറക്കാൻ ഇറാനിൽ നേരിട്ടുള്ള US ഇസ്രായേൽ നടപടികൾക്ക് പുറമെ മറ്റു ചിലതും കൂടി സംഭവിപ്പിക്കാനുള്ള നീക്കം. ജനങ്ങളുടെ പ്രതിഷേധത്തിന്റെ ശക്തിക്കുറവ് നികത്തുന്ന വിധം കുർദുകൾ അടക്കം സായുധ വിമതരുടെ കലാപം കൂടി. അതിന്റെ പരിണതി ഇപ്പോൾ പ്രവചിക്കാൻ പറ്റില്ല. എങ്കിലും ഇസ്രായേലിന്റെ ദൃഢനിശ്ചയം മാറ്റം പ്രതീക്ഷിക്കാൻ ശക്തമായ ന്യായമാണ്. സ്ത്രീകളുടെയും നിസ്സഹായരായ പീഡിതരുടെയും ശാപഭൂമിയായി ഇറാൻ തുടരാൻ പ്രാപഞ്ചിക നിയമം അനുവദിക്കില്ലെന്ന സങ്കല്പവും. ഇസ്രായേൽ US നീക്കത്തിന്റെ ശരിയും തെറ്റും വേർതിരിക്കാൻ
ഇപ്പോൾ അവസരമില്ല. അത്തരത്തിൽ അനിവാര്യമായ കാര്യമാണ് അവർ ലക്ഷ്യം വെച്ചത്. അദൃശ്യൻ എന്ന് ഇറാനിലെ മതഷടന്മാരും മതസേനയും ചിത്രീകരിച്ച തങ്ങളുടെ ശത്രുരൂപത്തിന്റെ ഉന്മൂലനം, മതഭീകരവാദികളും അവരെ പിന്തുണയ്ക്കുന്ന കേരളത്തിലേതടക്കം പേരും ജ്വലിക്കുന്ന ഉരുക്കു സ്തംഭമായി പൊക്കിക്കാട്ടിയ ഖമനേയി രൂപം ചുടുവാതക ബലൂൺ മാത്രമായിരുന്നു എന്ന് ലോകം കണ്ടു. ഇസ്ലാമിക ഭീകരതയുടെ അജയ്യത ഇത്രയേ ഉള്ളൂ എന്നും മത തീവ്രവാദ സമൂഹം അജയൻ എന്ന് വിളിച്ച് ആരാധ്യനാക്കിയ ഖമനേയി പടമായി എന്ന് ഉറപ്പിക്കാൻ ഇസ്രയേലിനും അമേരിക്കയ്ക്കും ഒരു ഏറ്റുമുട്ടലും നേരിടേണ്ടി വന്നില്ല. ഇസ്ലാമിക അജയ സേനയെന്ന മതവാദികൾ വമ്പത്തം പറഞ്ഞ IRGCക്ക് ഒന്നും അറിയാനും ചെയ്യാനും കഴിഞ്ഞില്ല. കണ്ണടച്ചു തുറക്കുന്ന നേരം കൊണ്ടെന്ന പോലെ ടെഹ്റാനിലെ ഇടവും നേതാക്കളെയും അവർ തകർത്ത് പൊടിയോട് ചേർത്തു. യുദ്ധം പിന്നാലെയാണ് വന്നത്. ഇതിൽ ഇസ്രയേലിനെ എങ്ങനെ കുറ്റം പറയും? പാലസ്തീന് വേണ്ടി ആരെയെങ്കിലും പിന്തുണയ്ക്കുക എന്നതായിരുന്നില്ല ഇറാന്റെ നടപടി. അമേരിക്കയെ തകർക്കണം, ഇസ്രയേലിനെ ഇല്ലാതാക്കണം, യഹൂദ രാഷ്ട്രം നിർമ്മാർജ്ജനം ചെയ്യണം, യഹൂദരുടെ സംഘടിത സമൂഹത്തെ ഉന്മൂലനം ചെയ്യണം എന്നീ ഹിംസ്ര ലക്ഷ്യങ്ങളാണ് ഖമനേയിയുടെ നേതൃത്വം പ്രഖ്യാപിച്ചിരുന്നത്. വാരി എറിയാൻ മാത്രം മിസൈലുകൾ കുന്നുകൂട്ടി വിരട്ടിയും ഭീഷണിപ്പെടുത്തിയും കഴിഞ്ഞുകൂടുന്നതിനെ കാലപരിധി ഉണ്ടെന്ന കാര്യം അജയഭാവക്കാർ ഓർമ്മിച്ചില്ല. ഇസ്രയേലിനെ തകർക്കാൻ ഹമാസും ഹിസ്ബുള്ളിയും ഹൂതിയും ചേർന്ന ഭീകരവാദ ത്രയത്തെയും മറ്റ് സമാന ഗണങ്ങളെയും പോറ്റിയത് ഖമേനിയുടെ ഇറാനാണ്. ഇസ്രയേലിനോടുള്ള വിദ്വേഷം മാത്രമല്ല, സ്വന്തം രാജ്യത്തെ ജനങ്ങളോടുള്ള ക്രൂരതയും ഖമനേയിയുടെ വിശേഷങ്ങൾ. ഖമനേയിയുടെ സ്ത്രീ പീഡന ഭരണത്തിൽ റേപ്പ് ചെയ്യപ്പെടുന്ന സ്ത്രീകളെയും ഭർത്താവ് സൗകര്യപൂർവ്വം മൊഴി ചെല്ലാൻ ആഗ്രഹിക്കുന്ന സ്ത്രീകളെയും മോശക്കാരായി വിധിച്ചു വധിക്കുന്ന ക്രൂരമായ അവസ്ഥ വരെയും പ്രോത്സാഹിപ്പിക്കപ്പെട്ടു. കമ്മ്യൂണിസ്റ്റുകൾക്കും മതത്യാഗികൾക്കും കഠിനമായ പീഡനവും മരണശിക്ഷയും. ഇതിനൊന്നും ഏറെ വിവരണം ആവശ്യമില്ല. ആ ഖമനേയിയെ വെള്ളപൂശാൻ ഖമനേയിയോട് ഉപമിക്കാവുന്ന വധിക്കപ്പെട്ട ലിബിയൻ ഭരണാധികാരി മുവമ്മർ ഗദ്ദാഫിയെ വെളുപ്പിച്ചും ഗദ്ദാഫിയെ മോശക്കാരനായി ചിത്രീകരിച്ചത് അമേരിക്കയാണെന്നും വ്യാഖ്യാനിച്ചുമുള്ള വിവരണങ്ങൾ ഇപ്പോൾ ചിലർ മാധ്യമങ്ങളിലെ പുതിയ റൗണ്ട് ഓട്ടത്തിന് വിട്ടിട്ടുണ്ട്. ഉപേക്ഷിക്കാൻ കഴിയാത്ത ശീലമായി മാറിപ്പോയ മതഭീകരതയും യഹൂദ വിരോധവും ഉള്ളപ്പോഴും ഭയന്നാണ് ഖമനേയും ഖമനേയിക്ക് വേണ്ടി പറഞ്ഞവരും അമേരിക്കൻ ആക്രമണത്തിനെതിരെ ഭീഷണി ഉയർത്തിയിരുന്നത് എന്ന് ഇപ്പോൾ ലോകത്തിന് മനസ്സിലാക്കാം. ക്രൂരതയുടെയും ഭീകരതയുടെയും സഹതാർബാർഹമായ പതനം, പരമോന്നത ശിരസ് നഷ്ടപ്പെട്ടതിന്റെ നീറുന്ന പരാജയബോധവും പ്രതികാര ബുദ്ധിയുമായി ഇറാനിലെ അവശിഷ്ട ഭീകരതയും പുതിയ പരമോന്നത പിൻഗാമിയുണ്ടായാൽ ആ ദേഹവും ഇനിയും രംഗത്ത് വരാതിരിക്കില്ല. പിൻഗാമിയാകുമെന്ന് കരുതുന്ന മൊജദ്ബ പരിഷ്കരണവാദിയാണെന്ന പ്രചാരണം വിശ്വസിക്കരുതെന്ന് ഇറാൻ കാര്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കൂടാതെ മൊജാദ് പിതാവിനേക്കാൾ കടുത്ത കാർക്കശ്യവാദി ആയിരിക്കുമെന്നും. എളിയ പുറത്തുവാദം കോച്ചുന്നത് പോലെ ഇവരെല്ലാം പശ്ചിമേഷ്യയിലെ അമേരിക്കൻ സൗഹൃദമുള്ള ഇസ്ലാമിക രാഷ്ട്രങ്ങളെ ആക്രമിച്ചേക്കാം, ഭ്രാന്ത് പിടിച്ചതുപോലെ ആരെയും ദ്രോഹിച്ചേക്കാം. പക്ഷേ ഖമനേയിയുടെ പതനത്തോടെ ഗൾഫ് രാജ്യങ്ങൾക്ക് ഇറാനിലെ ഷിയ മതഭീകര രാഷ്ട്രത്തോടുള്ള സർവ്വ ഭയങ്ങളും നീങ്ങിപ്പോയിരിക്കുന്നു. അവരുടെ പതോളജിക്കൽ ഇറാൻ ഭീതി അഥവാ ആജന്മ ഭീതി ഇനി ഇല്ല. ഇറാൻ ഇപ്പോൾ അവരെ സംബന്ധിച്ച് വീണുപോയ കേടി രാഷ്ട്രം മാത്രം. അവരുടെ ഖമനേയി പേടിക്ക് ഇറാന്റെ ആയുധശേഷി മാത്രമായിരുന്നില്ല കാരണം. രാജ്യാധികാരത്തിനെതിരെ മതനേതൃത്വത്തെയും ഇസ്ലാമിക സമൂഹത്തെയും ഇളക്കി വിടാൻ ഇറാനിലെ മത തീവ്രവാദികൾക്കും ഖമനേയിക്കും കിങ്കരന്മാർക്കും ഏതെങ്കിലും വിധത്തിൽ കഴിയുമോ എന്നത് ഗൾഫ് ഭരണാധികാരികളുടെ വ്യക്തിപരമായ ആശങ്കയായിരുന്നു. അമേരിക്കൻ ബന്ധത്തിന്റെ പേര് പറഞ്ഞ് ഇറാൻ തങ്ങളെ തുടരെ ആക്രമിച്ചാൽ ഉണ്ടാകുന്ന കെടുതി അന്തിമമായി തങ്ങൾക്കെതിരെ ജനരോഷത്തിനും ഒരു പക്ഷേ മതാധിഷ്ഠിത ജനകീയ പ്രക്ഷോഭത്തിനു വരെ കാരണമാകുമോ എന്ന്
രഹസ്യത്തിലെങ്കിലും ശങ്കിച്ചുകൊണ്ടിരിക്കാൻ അവർ നിർബന്ധിതരായിരുന്നു. ആ അവസ്ഥയാണ് അവസാനിച്ചത്. ഖമേനി ഇല്ലാതായതോടെ ഗൾഫ് രാജ്യങ്ങൾക്കെല്ലാം പുറത്തു പറയാത്തൊരു ധൈര്യമുണ്ട്. ഖമേനിയെയും ടെഹ്റാനെയും രക്ഷിക്കാൻ കഴിയാത്ത IRGCയെ ഇനി തങ്ങൾ എന്തിനു ഭയക്കണമെന്ന ധൈര്യം. പാശ്ചാത്യ ലോകത്തോട് സഹകരിച്ച് സാമ്പത്തികമായി വളരാനുള്ള ലക്ഷ്യമാണ് ഇനി ഗൾഫ് രാജ്യങ്ങൾക്ക് വലുത്. അവർക്ക് ആ വഴിയെ നീങ്ങാം, അയൽവക്കത്തെ അതിക്രമിയെ ഭയപ്പെടാതെ. ഇറാനിലെ പരമോന്നത വാഴ്ച അവസാനിക്കുക എന്ന സാങ്കല്പിക സാഹചര്യത്തിൽ രാഷ്ട്ര സ്വരൂപത്തെ ആര് നയിക്കും? നാട് വിഭജിക്കപ്പെടുമോ അതോ സുസ്ഥിര ഭരണം ഉണ്ടാകുമോ? നെതന്യാഹുവിനും ട്രംപിനും ഇക്കാര്യത്തിൽ പദ്ധതിയും ബദൽ പദ്ധതിയും ഉണ്ടോ എന്നതാണ് സുപ്രധാന ചോദ്യം. എന്തായാലും അതേക്കുറിച്ച് ലോകത്തിന് ഇപ്പോൾ ഊഹമില്ല. കാരണം ഇറാനിൽ അങ്ങനെയൊരു പിൻഗാമിയുടെ രൂപം ഇനിയും തെളിഞ്ഞിട്ടില്ല. ഇറാനിൽ ചോദ്യങ്ങൾ തീരുന്നില്ല. ഇനി ഇറാനിലെ ക്രൈസ്തവർ സുരക്ഷിതരാണോ? അഥവാ എത്രമാത്രം സുരക്ഷിതരാണ്? ഇറാനിൽ തല നഷ്ടപ്പെടുന്ന കമ്മ്യൂണിസ്റ്റുകളെ മറന്ന് ഇവിടത്തെ ഇടതുപക്ഷ നേതാക്കൾ ഇറാനു വേണ്ടി വാദിക്കുന്നത് എന്തിന്റെ പേരിൽ? ക്രൈസ്തവരുടെ കാര്യത്തിൽ ബാഹ്യ റിപ്പോർട്ടുകൾ നൽകുന്നത് സുരക്ഷിതത്വം നഷ്ടമാകുന്ന സാഹചര്യത്തെക്കുറിച്ചാണ്. പ്രത്യേകിച്ച് ഇസ്ലാമിക വിശ്വാസം വിട്ട് ക്രൈസ്തവരാകുന്നവർക്ക്. ഖമേനിയുടെ ഇറാനിൽ ഇസ്ലാമിന്റെ മതമാറ്റം വധശിക്ഷാർഹമായ കുറ്റമാണ്. അമേരിക്കയോടും പാശ്ചാത്യരോടും ഖമേനിക്കുള്ള വിരോധം ഇറാനിലെ നേതൃത്വത്തിന് ആകെയുണ്ട്. പ്രത്യേകിച്ച് വിപ്ലവ ഭരണകൂടത്തെ കാക്കുന്ന IRGCക്ക്. അതിനു പുറമെ ടെഹ്റാനിലെ അവശേഷിക്കുന്ന നേതൃത്വം കടുത്ത ആശയക്കുഴപ്പത്തിലും ആശങ്കയിലുമാണ്. അവർ ക്രൈസ്തവരെ സംശയിക്കുകയും വെറുക്കുകയും ചെയ്യുന്ന സാഹചര്യം. ഖമേനിയെ തീർത്ത ടെഹ്റാൻ ആക്രമണം അവശേഷിക്കുന്ന നേതൃത്വത്തെ കുറച്ചൊന്നുമല്ല അങ്കലാപ്പിലാക്കിയിരിക്കുന്നത്. അത്രമാത്രം അവിശ്വസനീയമായിരുന്നു അജയസേനയെന്ന് അവകാശപ്പെട്ട IRGCയുടെ കനത്ത രഹസ്യവലയം ഭേദിച്ച കിറുകൃത്യമായ ആക്രമണം. നിലവിളിക്കാനോ ഓടാനോ അവസരമില്ലാതെ ഖമേനി അടക്കമുള്ളവർ തീർന്നു. അതിനർത്ഥം ഖമേനിയുടെ ഏറ്റവും രഹസ്യമായ യോഗ സമയം വരെ എതിർപക്ഷം അറിഞ്ഞിരുന്നു എന്നതാണ്. IRGCയുടെ ഈ പരാജയം അവർക്ക് അംഗീകരിക്കാനോ ഉൾക്കൊള്ളാനോ കഴിഞ്ഞിട്ടില്ല. അത് സംഭവിച്ചതിന്റെ വഴി ഏതായാലും അത് അവരെ ഇപ്പോഴും നടുക്കുന്നുണ്ട്. ഒന്നുകിൽ ഇസ്രയേലിന്റെ അത്യാധുനിക സാങ്കേതിക വിദ്യ വഴി, അല്ലെങ്കിൽ ട്രംപ് അവകാശപ്പെട്ടതുപോലെ ആർക്കും മറികടക്കാനോ കണ്ണുകെട്ടാനോ കഴിയാത്ത അമേരിക്കൻ ട്രാക്കിംഗ് സംവിധാനത്തിന്റെ മികവ് നിമിത്തം. അതുമല്ലെങ്കിൽ സർവരുടെയും കണ്ണുവെട്ടിക്കാൻ കഴിഞ്ഞ ടെഹ്റാനിലെ ഏതോ ജീവിക്കുന്ന ചാരന്റെ സഹായത്താൽ. ഇതിലേത് വഴിയാണ് രഹസ്യം ചോർന്നതെങ്കിലും IRGCക്കും ടെഹ്റാനിലെ നേതൃത്വത്തിന് സ്വസ്ഥമായി ഉറങ്ങാൻ കഴിയില്ല. ഇനി ഒരിക്കലും തങ്ങൾ സുരക്ഷിതരല്ലെന്നതാണ് അവരെ വേട്ടയാടുന്ന അറിവ്. ടെഹ്റാനിൽ അധികാര കേന്ദ്രത്തോടടുത്ത് ചാരനുണ്ടെങ്കിൽ IRGC തങ്ങളെ തന്നെ എങ്ങനെ പരസ്പരം വിശ്വസിക്കും? ഈ സംശയം ക്രൈസ്തവരോടുമുള്ള അവിശ്വാസവും വെറുപ്പുമാകുന്നത് പ്രതീക്ഷിക്കാം. കാരണം ക്രൈസ്തവരെ, പ്രത്യേകിച്ച് പുതുതായി ക്രൈസ്തവ വിശ്വാസം സ്വീകരിക്കുന്നവരെ അമേരിക്കയോടും പാശ്ചാത്യരോടും കൈ ചേർത്ത് കാണാനേ ടെഹ്റാനിലെ നേതൃത്വത്തിന് കഴിയൂ. പരമോന്നത സ്ഥാനത്ത് അവരോധിക്കപ്പെട്ടാൽ ഖമേനിയുടെ മകൻ മൊജദ്ബായും IRGCയും അമേരിക്കൻ വിരോധത്തിൽ അലി ഖമേനിയെ പിന്നിലാക്കിയേക്കാം. അത് ക്രൈസ്തവ വിരോധവുമാകും. കടുത്ത നിയന്ത്രണങ്ങൾ നേരിടുന്ന പരമ്പരാഗത ക്രൈസ്തവരെക്കാൾ പരുങ്ങലിലാകുന്നത് ഇസ്ലാം വിട്ട് ക്രൈസ്തവരാകുന്ന പുതിയ വിശ്വാസികളായിരിക്കും. മതത്യാഗം ചെയ്ത കുറ്റവാളികൾ, ഇസ്ലാമിക വിശ്വാസം ത്യജിച്ചവർ എന്ന നിലയിൽ. ടെഹ്റാൻ പുതിയ ക്രൈസ്തവ വിശ്വാസികളെ അമേരിക്കൻ ബന്ധുക്കളായി മുദ്രയടിച്ച് കാണുമ്പോഴും ഭരണകൂട വിരുദ്ധമായ അക്രമങ്ങൾക്കും സായുധ പ്രതിഷേധത്തിനും ഇറാനിലെ ക്രൈസ്തവ വിഭാഗം മുതിരുകയില്ല എന്നതാണ് സാമാന്യ യുക്തിയുടെ നിഗമനം. പക്ഷേ മതതീവ്രവാദ ഭരണകൂടം അത് ഗ്രഹിക്കാനുള്ള സാവകാശം കാട്ടാറില്ല. ഇസ്ലാമിക വിശ്വാസം ത്യജിക്കുക എന്ന മഹാപരാധം മാത്രം പ്രഥമ ദൃഷ്ട്യാ തിടുക്കത്തിൽ കാണുകയും അതിന് കഠിന ശിക്ഷ നടപ്പാക്കുകയും ചെയ്യുക എന്നതാണ് മതഭരണകൂടത്തിന്റെ പ്രവണത. ക്രൈസ്തവർ പീഡിപ്പിക്കപ്പെടാൻ സാധ്യത ഒരുക്കുന്നതും അതുതന്നെ.
അതിലേറെ ഇറാനിൽ പീഡിപ്പിക്കപ്പെട്ടവരാണ് കമ്മ്യൂണിസ്റ്റുകൾ. പക്ഷെ ഇവിടുത്തെ ഇടതു നേതാക്കൾ ഇസ്രായേലിനെ ശകാരിച്ച് ഇറാനെ പിന്തുണയ്ക്കുന്നു. അവർ ഒരു കാര്യം മറക്കേണ്ട, ഇസ്രായേൽ എന്ന രാഷ്ട്രത്തെ നിയമപരമായി തന്നെ ആദ്യം അംഗീകരിച്ചത് സോവിയറ്റ് യൂണിയൻ ആണ്. 1948 മെയ് 14 ഇസ്രായേൽ രാഷ്ട്ര പ്രഖ്യാപനം നടത്തി 3 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ മെയ് 14 തന്നെ ഇസ്രായേലിനെ അനൗദ്യോഗികമായി അമേരിക്ക അംഗീകരിച്ചിരുന്നു. എങ്കിലും അത് നിയമപരമായത് 1949 ജനുവരി 31 അംഗീകൃത ഇസ്രായേലിനെ ലോക ഭൂപടത്തിൽ നിന്ന് തുടച്ചു നീക്കുമെന്ന് പ്രഖ്യാപിച്ച് ഒക്ടോബർ 7 ഹമാസ് ആക്രമണം അടക്കം ഏത് ഭീകരതയെയും ഊട്ടി വളർത്തിയവരാണ് ഇറാൻ. ഇറാന് തിരിച്ചടി കൊടുത്തപ്പോൾ മാത്രമാണ് ഇവിടുത്തെ ഇടതുപക്ഷ നേതാക്കൾ പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റം എന്നൊരു പാപം ആദ്യമായി കണ്ടത്. വിചിത്രം തന്നെ. അതിലേറെ വിചിത്രമാണ് ഇറാനിലെ മതഭരണകൂടത്തെ താഴെ ഇറക്കാൻ പൊരുതുന്ന ഇറാനിയൻ കമ്മ്യൂണിസ്റ്റ് സംഘങ്ങളെയെല്ലാം ഈ നേതാക്കൾ ഇവിടുത്തെ വോട്ടിനു വേണ്ടി സൗകര്യപൂർവം മറക്കുന്ന അടവ്. അന്തിമ ലക്ഷ്യം സോഷ്യലിസ്റ്റ് ഭരണമാണെങ്കിലും തൽക്കാലം അമേരിക്കയും ഇസ്രയേലും ചേർന്ന് ഇറാനിലെ മതഭരണകൂടത്തെ പുറത്താക്കണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഇറാനിലെ കമ്മ്യൂണിസ്റ്റുകളാണ്. ഇപ്പോൾ കൈയും തലയും പുറത്ത് കാട്ടാൻ അവർക്ക് നിർവാഹമില്ല. പേരെടുത്ത് പറയാവുന്ന 4 കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും സായുധ അട്ടിമറിക്ക് സന്നദ്ധമായ മാർക്സിസ്റ്റ് ഒളിപ്പോർ സംഘങ്ങളും ഇറാനിലെ കമ്മ്യൂണിസ്റ്റുകളുടേതായിട്ടുണ്ട്. മുഖം കാട്ടിയാൽ തല പോകുകയോ തുറുങ്കിലാകുകയോ ചെയ്യുമെന്നത് കൊണ്ട് ഒളിവിലും പ്രവാസത്തിലുമാണ് ഇവയുടെ പ്രവർത്തനം. ഇവരുടെ എല്ലാം ആദ്യ ലക്ഷ്യം ഇസ്ലാമിക വിപ്ലവ ഭരണകൂടത്തിന്റെ വീഴ്ചയാണ്. പിന്നീട് വരുന്ന ഏതു സാഹചര്യത്തിലും തങ്ങൾക്ക് പരസ്യമായി പണി തുടങ്ങാം. ഇതുവരെ തുറക്കാൻ കഴിയാത്ത വായ തുറക്കാം, വിപ്ലവം പ്രസംഗിക്കാം. അത് സംഭവിക്കുമോ എന്നതിനേക്കാൾ അങ്ങനെ സംഭവിക്കാൻ കാത്തിരിക്കുന്ന ഇറാനിയൻ സഖാക്കളും അതിനെതിരെ പറയുന്ന ഇവിടുത്തെ നേതാക്കളും മുഖം തിരിഞ്ഞു നിൽക്കുന്നതാണ് നമ്മുടെ മുമ്പിലെ കാഴ്ച. കാണാത്തതും കേൾക്കാത്തതും അടുത്ത ആഴ്ച ഇതേ സമയം.